ഡൽഹിയിൽ ഭീകരനേതാവ് ഡോക്ടർ ഉമർ ഉൻ നബി ചാവേർ ആക്രമണം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് പോലീസ് സ്ഫോടക വസ്തുക്കളുമായി ഡോക്ടർ ഷഹീൻ ഷാഹിദിനെ പിടികൂടുന്നത്. ഫരീദാബാദിലെ ഭീകര സംഘത്തിലെ പ്രധാനിയായിരുന്നു ഇവർ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഭീകരാക്രമണം നടത്തുന്നതിനായി 2 വർഷമായി ഇവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വരികയായിരുന്നു. മഹാരാഷ്ട്ര സ്വദേശി ഡോക്ടർ സഫർ ഫയാത്തുള്ളയുമായി 2003 ഇവരുടെ വിവാഹം നടക്കുന്നത്. ഡോക്ടർ സഫർ പറയുന്നത് വ്യത്യസ്തമായൊരു സ്വഭാവക്കാരിയായിരുന്നു. എന്നാൽ അക്കാലത്ത് ഇത്രത്തോളം മതവെറിയുണ്ടായിരുന്നില്ല. അന്ന് ഓസ്ട്രിയ പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ താമസം മാറ്റണം എന്ന വാശിയിലായിരുന്നു. എന്നാൽ ഡോക്ടർ സഫർ ഇന്ത്യയിൽ തന്നെ തുടരാനാണ് തീരുമാനിച്ചത്. 2013 ഇവർ വിവാഹബന്ധം വേർപെടുത്തി പോവുകയായിരുന്നു. ഈ ബന്ധത്തിലുള്ള 2 കുട്ടികളുടെ ചുമതലയും ഡോക്ടർ സഫറിന് തന്നെയാണ്. അതിനുശേഷം തനിക്ക് സ്ത്രീയുമായി യാതൊരു ബന്ധവും ആശയവിനിമയം ഉണ്ടായിരുന്നില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഡോക്ടർ ഷഹീൻ ഷാഹിദ് പിടിക്കപ്പെട്ടപ്പോൾ വെളിപ്പെടുത്തിയത് ഡോക്ടർ ഉമർ ഉൻ നബി സംഘത്തിലെ ഏറ്റവും വലിയ തീവ്രവാദി നേതാവാണ് എന്നാണ്. അൽഫലാഹ് മെഡിക്കൽ കോളേജിലെ ജോലി കഴിഞ്ഞ് കണ്ടുമുട്ടുമ്പോഴെല്ലാം ഡോക്ടർ ഉമർ രാജ്യത്ത് ഒന്നിലധികം ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് ആവേശത്തോട് സംസാരിച്ചിരുന്നു. ഡോക്ടർ ഷഹീന്റെ നേതൃത്വത്തിലുള്ള സ്ത്രീകളുടെ ഭീകരവാദ ഗ്രൂപ്പിൽ ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ സഹോദരിയും കണ്ഡഹാര വിമാനറാഞ്ചലിലെ മുഖ്യപ്രതിയായ കൊല്ലപ്പെട്ട യൂസഫ് അസ്ഹറിന്റെ ഭാര്യയുമായ സാദിയ അസറും കൂട്ടാളികളാണ്. സാദിയയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഡോക്ടർ ഷഹീൻ ഇന്ത്യയിൽ വനിതാ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്ന നടപടികൾക്ക് മുൻകൈ എടുക്കുകയും ആക്രമണ പരമ്പരയ്ക്കുള്ള സ്ഫോടക വസ്തുക്കൾ കോപ്പുകൂട്ടുകയും ചെയ്തുകൊണ്ടിരുന്നത്.